ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു റീജിയൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾ നേരെ കൊച്ചിയിലോട്ട് പോകാനായിട്ട് ഒരു 4 ദിവസം ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ഞങ്ങളിത് കുറേ ദിവസത്തിൻ്റെ ഇടയ്ക്ക് കൊച്ചിയിൽ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങൾ നമ്മുടെ ആവീസിൽ കയറി ആലപ്പുഴ. എന്നിട്ട് ഇത് ഞങ്ങൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചു. നല്ല കരിമീൻ മാങ്ങക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ കഴിച്ചു. ഞങ്ങളുടെ സ്വന്തം സ്ഥലത്തെത്തി. കൊച്ചിയിലെത്തുമ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു സമാധാനമാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി. അവിടെ എന്തോ ഒരു സമ്മേളനമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു ഡിലേ ആയി. പിന്നെ ഞങ്ങളിങ്ങനെ അത്രയും സ്ലോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ നേരെ എന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വല്ലാർപാടം പള്ളിയിലോട്ടായിരുന്നു. ഞങ്ങൾ കുറേ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയി. അത് കഴിഞ്ഞ് പിറ്റേത്തെ ദിവസമാണ് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിലത്തെ ട്രാഫിക്കിൽ ഞങ്ങൾ വീണ്ടും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കുറേ ദിവസമായിട്ട് എനിക്ക് ഇലയട കഴിക്കണം. ചക്ക എൻ്റെ ഒരു ഇലയട കിട്ടും നമ്മളെ നവ്യ ബേക്കറിയിൽ. അപ്പോൾ അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം ഒന്നാമത് ട്രിവാൻഡ്രത്ത് അത് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് മേടിച്ചു 2 എണ്ണം. നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് അങ്ങനെ ചക്കേൻ്റെ പൊതുവേ അങ്ങനെ പഴുത്ത ചക്കയൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ ഇതെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ 2 എണ്ണം മേടിച്ചു, അത് കഴിച്ചു. ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ നമ്മളെല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലോട്ട് പോകുന്നത്. കാരണം എന്നാലും ഞങ്ങൾക്ക് എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. ആകെ 4 ദിവസമല്ലേ കിട്ടണേ. അപ്പോൾ പോയ അന്ന് തന്നെ ഞങ്ങൾ ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റിലെത്തുമ്പോൾ. പിറ്റേ ദിവസം ഈവനിങ് ഞങ്ങൾ അനിയൻ്റെ ഫ്ലാറ്റിൽ കൂടി. അനിയൻ വന്നിട്ടുണ്ട്. അപ്പം അനിയനും വൈഫും ഞാനും ഏട്ടനും ഞങ്ങൾ അവിടെ കൂടി ഡിന്നർ അവിടെ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഏട്ടൻ്റെ ഒരു കസിൻ്റെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. കൊച്ചിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അനിയനും വന്ന സ്ഥിതിക്ക് അപ്പോൾ അനിയനും വൈഫും ഞാനും ഏട്ടനും ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഡിന്നറൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ അനിയനും വൈഫിനെ മെട്രോ കയറ്റി വിട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് മറ്റേ എടപ്പള്ളി പെരുന്നാൾ വരാനായിട്ടേ ഉള്ളൂ. പക്ഷെ അവിടെ ഓൾറെഡി ഇങ്ങനെ സ്റ്റാളുകളും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലവും പോകുന്നതാണ്. അപ്പോൾ ഈ കൊല്ലം എന്തായാലും പെരുന്നാളിൻ്റെ ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ ഒന്ന് അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ടുള്ള ആ എൻട്രീൻ്റെ ആ ഭാഗത്താണ്. പക്ഷേ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമുക്ക് കാർ അങ്ങോട്ടേക്ക് പാർക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായി. പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ പാർക്ക് ചെയ്യാൻ പറ്റി. എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ആ എടപ്പള്ളി പെരുന്നാളിൻ്റെ ടൈമിൽ ഭയങ്കര ഇഷ്ടം അവിടെ വരാൻ. കാരണം അവിടുത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളും അവിടുത്തെ ഏട്ടനും ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കാണാൻ. അങ്ങനെ ഞങ്ങളിത് അവിടുത്തെ എൻട്രൻസിലോട്ട് ഇങ്ങനെ എൻ്റർ ചെയ്തു. ഭയങ്കര രസമാട്ടോ. ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലാണെന്ന് തോന്നുന്നില്ല. വേറെ എവിടെയോ പുറത്തെവിടെയോ പോയൊരു ഫീലാണ് ശരിക്കും എടപ്പള്ളി പള്ളിയിൽ ഈ ഒരു ലൈറ്റിങ്ങിലൊക്കെ വരുന്ന സമയത്ത്. ഭയങ്കര രസമില്ലേ കാണാൻ? പോയിട്ടുള്ളവർക്ക് കൂടുതൽ അറിയുമായിരിക്കും. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പെരുന്നാളിൻ്റെ കുറേ ദിവസം മുമ്പായിട്ട് പോലും അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ സ്റ്റോളുകളിലൊക്കെ ഇങ്ങനെ ചുമ്മാ ഒന്ന് ഇങ്ങനെ കറങ്ങി നടന്നു. അങ്ങനെ വേറെ ഒന്നും മേടിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ചുമ്മാ നമുക്കിങ്ങനെ ഭയങ്കര എന്താ പറയുക, ഇതൊക്കെ ഒന്ന് കണ്ടിങ്ങനെ നടക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞങ്ങളിങ്ങനെ ചുമ്മാ ഒന്ന് കണ്ടിങ്ങനെ നടക്കും. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ടെൻഡൻസി തോന്നിയത് നമുക്ക് മറ്റേ കോളിഫ്ലവർ കിട്ടും അവിടെ ഫ്രൈ ചെയ്തത്. അത് മേടിക്കാനൊരു ടെൻഡൻസി വന്നു. പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ താഴത്തെ പള്ളിയിൽ വന്നു. അവിടെയൊക്കെ ഒന്ന് തൊഴുതു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അങ്ങോട്ട് കയറുന്ന അവിടെയൊക്കെ. മുകളിലത്തെ പള്ളി പിന്നെ ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതൊരു ഈവനിങ് ടൈം ആകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യും. പിന്നെ അവിടെ തിരി കത്തിക്കുന്ന സ്ഥലത്തും ഒക്കെ വന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ പേര് വന്നിട്ട് കിടക്കുന്നൊക്കെ ഉണ്ട്. ഐ മീൻ രാവിലത്തേക്ക് ആയിരിക്കാൻ തോന്നുന്നു ദൂരത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്യുന്നൊക്കെ ഉണ്ട്. പള്ളീൻ്റെ സൈഡിലൊക്കെ കിടന്നുറങ്ങുന്നതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എന്താ പറയുക കോളിഫ്ലവറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കി അവിടെ ഇരുന്നു. പക്ഷേ ഞങ്ങൾ ഡയറ്റിലായതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. ഞങ്ങൾ 2 ആളും ഞങ്ങളെ കൺട്രോൾ ചെയ്തു. പിന്നെ ഞങ്ങൾ പുതിയ പള്ളീൻ്റെ അവിടേക്കൊക്കെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് നടക്കുവാണ്. പക്ഷേ എന്താ പറയുക, ആ ഒരു ലൈറ്റിങ്ങിലും ആ ഒരു നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ ഞങ്ങളിത് സംസാരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ വേഗം മഴ പെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ വേഗം വണ്ടിയിലോട്ട് പോയി. അപ്പോൾ പോണ വഴിക്കൊക്കെ ഏട്ടനെ കണ്ടിട്ട് ആൾക്കാർ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഏട്ടനൊട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവിടെ.
അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇത് പിറ്റേത്തെ ദിവസമാണ്. ഞാൻ അത് ഊബർ എടുത്തിട്ട് നേരെ ഫോറം മോളിൽ പോവാണ്. ഏട്ടൻ ഓൾറെഡി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഏട്ടൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടി ഒന്ന് ഷോറൂമിൽ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഏട്ടൻ പോയി. അപ്പോൾ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞപ്പോൾ നമുക്ക് മൂവിക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പം അനിയനെയും വൈഫിനെയും വിളിച്ചപ്പം അവരും ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ 4 പേരും കൂടെ മൂവിക്കൊക്കെ പോകാൻ എന്നിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെയുള്ള പ്ലാനിൽ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ നേരെ ഫോറം മോളിലെത്തി. എനിക്ക് അത്യാവശ്യം ബ്ലോക്ക് കിട്ടി. അവർ ഓൾറെഡി 3 പേരും അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പം അത് ഞങ്ങൾ റെട്രോ മൂവിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്, നമ്മുടെ സൂര്യയുടെ മൂവിക്ക്. അപ്പം കുറച്ച് മോശം റിവ്യൂ ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോകാനൊരിതുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് കയറി. അങ്ങനെ ഭയങ്കര മോശം മൂവിയാണെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് എൻജോയ് ചെയ്തു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ ഫോറത്തിൽ തന്നെ ഷെഫ് പിള്ളയുടെ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, മീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിത് അവിടെ കയറി അവിടുത്തെ ഓരോരോ മെനുവും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. അത്യാവശ്യം ഷെഫ് പിള്ളയുടെ ഫുഡ് എന്താ പറയുക, നമ്മളിതിൻ്റെ മുമ്പ് ലേ മെറിഡിയനിൽ ഷെഫ് പിള്ളയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ മെനു ഇവിടുത്തെ മെനു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി നമുക്ക്. അപ്പോൾ ഇതേ ഞങ്ങൾ 4 പേരും കൂടെ ഇങ്ങനെ ഓരോരോ സംസാരമൊക്കെ സംസാരിച്ച് മൂവീനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. കുറേ കാലത്തിൻ്റെ ഇടയ്ക്കാണല്ലോ നമ്മൾ ഇങ്ങനെ കൂടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനുണ്ടാവും. അപ്പോൾ ഇത് ഞങ്ങൾ 4 പേരും കൂടെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ഇവിടുത്തെ ഫുഡിനെ പറ്റിയിട്ടും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണു. അപ്പം ഒരു നല്ലൊരു ഡേ ആയിരുന്നു ഞങ്ങൾക്ക്. ഒന്നാമത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഇത്രയും ദിവസം നിന്നിട്ട് കൊച്ചിയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ദിവസം കിട്ടാത്ത പോലെ തോന്നും. പെട്ടെന്ന് ദിവസം പോകും. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഉള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ ഫുൾഫിൽ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, അപ്പം പറഞ്ഞു, ഗീ റൈസ് പറഞ്ഞു, പിന്നെ ഒരു ആവോലി പൊള്ളിച്ചത് പറഞ്ഞു, ഒരു ഫിഷ് മോളി പറഞ്ഞു, പിന്നെ കക്കിറച്ചി പറഞ്ഞു. ഇത്രയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ മൂവി കഴിഞ്ഞ് ഇവിടെ കയറുമ്പോൾ തന്നെ 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുതരുവാണ് ചെയ്യുന്നത്. അത് നമുക്കൊരു ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നി. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഡിഷസും കാര്യങ്ങളും ഒക്കെ വന്നു. നല്ല പ്രസൻറ്റേഷനാണ്, എടുത്തു പറയണം, അടിപൊളി പ്രസൻറ്റേഷനാണ് അവരത്. അപ്പം പിന്നെ ടേസ്റ്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് കുഴപ്പമൊന്നുമില്ല തോന്നി. കാരണം ഫിഷ് ഐറ്റമാണ് ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ 4 പേരും കൂടെ എൻജോയ് ചെയ്ത് ഞങ്ങളിതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണു. ഇതേ ഞങ്ങൾ ട്രിവാൻഡ്രം പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങളിതേ നേരെ നമ്മുടെ ഹനുമാൻ്റെ അമ്പലത്തിലോട്ട് പോവാണ്. ഞങ്ങൾ അധികവും പോകുന്നൊരു അമ്പലമാണ് നമ്മുടെ ആലുവയുള്ള മറ്റേ പാതാള പഞ്ചമുഖം ഹനുമാൻ ക്ഷേത്രം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അവിടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികവും ഞങ്ങൾ വരുന്ന സമയത്ത് അധികവും പോകാറുണ്ട്. നമ്മൾ കൊച്ചിയിൽ സ്ഥിരമായിട്ടുള്ള സമയത്തും ഞങ്ങളധികം പോകുന്നൊരു സ്ഥലമാണ്. അപ്പം ആലുവ വലിയ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. ഇപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട്, ആ ഒരു അമ്പലത്തിലോട്ട് പോകുന്ന വഴിയിൽ തന്നെ ഭയങ്കര രസമാട്ടോ. 4 അമ്പലങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് ഉള്ളൊരു ഏരിയ ആണ്, ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങളിത് നേരെ അമ്പലത്തിൽ പോയി. ഒരു ഈവനിങ് ടൈം തന്നെയായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയി. അവിടുത്തെ മെയിനായിട്ട് ഏട്ടന് അമ്പലത്തിൽ പോകുന്നത് അവിടുത്തെ ലഡു. ഏട്ടന് ഭയങ്കര ഇഷ്ടം. അവിടുത്തെ പ്രസാദമാണ്. നമ്മൾ ലഡു ഷീട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴിപാട് കഴിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അപ്പം തന്നെ ലഡു കിട്ടും. നല്ല വലിയ ലഡു, നല്ല ടേസ്റ്റ് അവിടുത്തെ ലഡു. അപ്പം അതൊക്കെ മേടിക്കാമെന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഏട്ടൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോയി കുറേ നേരം അവിടെ ഇരുന്നു. കുറച്ച് നൈറ്റ് ആവുന്നവരെ അവിടെ ഇരുന്നു. കാരണം ബ്ലോക്കും ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് സമാധാനത്തിൽ പോകാമല്ലോ തിരിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചിയിലത്തെ ഞങ്ങളുടെ ഈ പ്രാവശ്യം കൊച്ചിയിൽ പോയപ്പോഴുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എന്തായാലും ഒരു 4 ദിവസം ഉള്ളത് മാക്സിമം ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അപ്പം ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയാം. പിന്നെ കുറേ പേര് നമ്മളടുത്ത് ലൈവ് വരാൻ പറഞ്ഞിട്ട് മെസ്സേജ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിന് മുമ്പ് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുറേ ബിസി കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് ലൈവ് വരാൻ പറ്റാത്തത്. അത് മനസ്സിലാക്കുക. എത്ര പറഞ്ഞിട്ടും പിന്നെയും കമൻറ്റ്സ് കാണുന്നുണ്ട്. അപ്പോൾ അത് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.